കൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കരുത്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അല്ലെങ്കിൽ അതൊക്കെ വലിയ അപകടങ്ങൾ വരുത്തി വെക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാമല്ലോ, ചില സ്ത്രീകൾ മറ്റു പല പുരുഷന്മാരുമായി, ചിലപ്പോൾ ട്യൂഷൻ എടുക്കാൻ വരുന്നവരുമായി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി ഡ്രൈവറുമായി, അല്ലെങ്കിൽ മറ്റല്ലാത്തവരുമായി ബന്ധപ്പെട്ട് 3-4 മക്കളുള്ള സ്ത്രീകൾ ഒരു ദിവസം പെട്ടെന്ന് ഇറങ്ങിപ്പോയ ഭർത്താവിനെയും വിട്ട് ഇറങ്ങിപ്പോയ എത്രയോ നന്ദികെട്ട അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. തിരിച്ച് 4-5 മക്കളായിട്ട് പിന്നെ ഭാര്യയെ തിരിഞ്ഞു നോക്കാതെ വിദേശത്തെത്തി ഏതെങ്കിലും ഫിലിപ്പൈനി പെണ്ണിനെ കണ്ടാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാൽ, ആ പെണ്ണ് കടയിൽ സാധനം വാങ്ങാൻ വേണ്ടി വന്ന സമയത്ത് ടെലിഫോൺ നമ്പർ കൈമാറിയിട്ട് സ്വന്തം ഭാര്യമാരെ വഞ്ചിച്ച് ഒരൽപ്പവും നന്ദിയില്ലാത്ത, ഒരൽപ്പവും നീതിബോധമില്ലാത്ത, ഒരൽപ്പവും നല്ല മനസ്സില്ലാത്ത എത്രയോ മനുഷ്യന്മാർ വേറെയുമുണ്ട്. മനുഷ്യൻ കരാറുകൾ പാലിക്കുന്നവനാകണം. അതുപോലെ ചേർക്കേണ്ട ബന്ധങ്ങൾ ചേർക്കുന്നവനാകണം. വയഖ്ശൗന റബ്ബഹും, അവരുടെ റബ്ബിനെ ഭയപ്പെടുന്നവനാകണം. വയഖാഫൂന സൂഅൽ ഹിസാബ്, അല്ലാഹു തആല പറഞ്ഞു 9 കാര്യം വേണം ഭാര്യയും ഭർത്താവും ഒന്നായിട്ട് സ്വർഗത്തിൽ ജീവിക്കാൻ. വയഖാഫൂന സൂഅൽ ഹിസാബ്, ഒരു കടുത്ത കണക്ക് ചോദിക്കുന്ന ദിവസം പടച്ചവന്റെ മുമ്പിലുണ്ട്. അതിനെ ശരിക്ക് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും വേണം. ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത ഫോണാ, ഭർത്താവ് പൈസ അടക്കുന്ന ഫോണാ, ആ ഫോൺ എടുത്തിട്ട് ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ആളെ ഫോൺ ചെയ്യുന്ന ചില സ്ത്രീകളുണ്ട്. നമ്മളെ കൂട്ടത്തിലൊന്നും അങ്ങനത്തെ സ്ത്രീകൾ ഉണ്ടാവില്ല. അല്ലാഹു തആല എല്ലാവർക്കും ഹിദായത്തും തഖ്വയും നിലനിർത്തി തരുമാറാകട്ടെ. ഒരിക്കലും ദൗർബല്യങ്ങൾ പിടികൂടാൻ പാടില്ല. ഭർത്താവ് വാങ്ങിത്തന്ന വസ്ത്രം ധരിച്ച്, ഭർത്താവ് ഉണ്ടാക്കി തന്ന വീട്ടിൽ താമസിച്ച്, ഭർത്താവ് വാങ്ങിത്തന്ന ഫോൺ എടുത്തിട്ട് ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ഒരാളെ ടെലിഫോൺ ചെയ്യുന്നവരെക്കാൾ നന്ദി കെട്ടവർ വേറെ ആരാ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതുപോലെ സ്വന്തം സ്നേഹത്തോടുകൂടെ സ്നേഹം പങ്കിട്ട് ജീവിക്കുന്നതിനിടയിൽ 1 കൊല്ലവും 2 കൊല്ലവും ഒക്കെ വിദേശത്ത് പോയി നിൽക്കുമ്പോൾ അവിടെയെല്ലാം ക്ഷമിച്ചു നിന്നവന്റെ മക്കളെയും പോറ്റി വീടും അടിച്ചുവാരി വൃത്തിയാക്കി വളരെ ക്ഷമിച്ചു നിൽക്കുന്നൊരു ഭാര്യയെ ചതിക്കുന്നവനേക്കാൾ വഞ്ചിക്കുന്നവൻ വേറെ ആരാ? ഒരിക്കലും അത്തരത്തിലുള്ളൊരു ചിന്തകൾ വരാൻ പാടില്ല. ഇതൊക്കെ കണക്ക് ചോദിക്കപ്പെടുന്നൊരു ദിവസമുണ്ടെന്ന ബോധത്തോടുകൂടി മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. അപ്പോൾ 4-മതായി പരിശുദ്ധ ഖുർആൻ 4-മതായി പറഞ്ഞത് പടച്ചവനെ റബ്ബിനെ ഭയപ്പെടണം. 5-മതായി പറഞ്ഞു വയഖാഫൂന സൂഅൽ ഹിസാബ്, വളരെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന, മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന ഹിസാബുണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ, അതിനെ ഭയപ്പെടുന്നവരാകണം. 6-മതായി പരിശുദ്ധ ഖുർആൻ പറയുന്നു വല്ലദീന സബറു ബിത്തിഗാഅ വജ്ഹി റബ്ബിഹിം, ക്ഷമിക്കുന്നവരായിരിക്കണം. ചിലപ്പോ ദുസ്വഭാവത്തിൽ ക്ഷമിക്കണം, അതുപോലെ തന്നെ ഇല്ലായ്മയിൽ ക്ഷമിക്കണം, ഞെരുക്കത്തിൽ ക്ഷമിക്കണം. അതിന് ക്ഷമിക്കാൻ സാധിക്കണം. വല്ലദീന സബറു, ക്ഷമിക്കുന്നവരായിരിക്കണം. സാഹചര്യങ്ങളിൽ ക്ഷമ വേണം. നമ്മളിപ്പോൾ പാസ്പോർട്ട് ഓഫീസ് പോയാൽ കുറേ ക്യൂ നിൽക്കണം, അത് ഇവിടെ എയർപോർട്ടിൽ പോയാൽ ക്യൂ നിൽക്കണം, അങ്ങനെ തുടങ്ങി കഫീലിൻ്റെ അടുത്തിൽ ക്യൂ ഒരുപാട് പ്രയാസപ്പെടണം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ. അവിടെ ഒക്കെ ക്ഷമിച്ച് നിൽക്കുന്നത് എന്തിന്? എല്ലാ ക്ഷമയും എന്തിനാ? നിവൃത്തിയില്ലാത്തതുകൊണ്ട് ക്ഷമിക്കാന്നല്ല. അതിന് പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ക്ഷമിക്കൽ എല്ലാ മൃഗങ്ങളും ക്ഷമിക്കും. അത് ക്ഷമിക്കാത്ത ആരെങ്കിലും? പശുക്കൾ നിങ്ങളാണെന്നില്ലേ, നമ്മൾ കഴുത്തിൽ കയറിട്ട് പിടിച്ചു കെട്ടിയിട്ട് ക്ഷമിക്കുന്നില്ലേ? നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. അതുപോലെ തന്നെ ഏത് ജീവിയാ ക്ഷമിക്കാത്ത? പൂച്ച തിന്ന് തീരുന്നവരെ കാത്തു നിൽക്കുന്നില്ലേ? കാരണം കിട്ടൂലെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ മൃഗങ്ങളും ക്ഷമിക്കുന്നുണ്ട്. ആ ക്ഷമയല്ല ക്ഷമ എന്ന് പറഞ്ഞാൽ. ക്ഷമ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കുമെങ്കിലും ചെയ്യാതിരിക്കണം. അതാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ. സാധിക്കുമെങ്കിലും ചെയ്യാതിരിക്കണം. നമ്മൾ തെറ്റായ ഒരു കാര്യം ചെയ്യുന്നതിൽ ശരീരത്തെ ബന്ധാക്കി വെക്കുക. തെറ്റ് ചെയ്യാൻ സാധിക്കും, ഒരാൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല, ഒരാളും അറിയില്ല, എന്നാലൊന്നും ഞാൻ അതിനില്ല. അതാണ് ക്ഷമ. വല്ലദീന സബറു, ഭാര്യന്റെ പേരിൽ ഏത് നടപടിയും സ്വീകരിക്കാൻ സാധിക്കും, പക്ഷെ ഒരു നടപടിക്ക് ഞാനില്ല, ഞാൻ അവൾക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു. അതാണ് ക്ഷമ. ഭർത്താവിന്റെ പേരിൽ എന്ത് വേണം പ്രശ്നം ഉണ്ടാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കോടതി എന്തായാലും എന്റെ പക്ഷത്തെ ഉണ്ടാവുള്ളൂ. എന്നാലും ഭർത്താവ് തെറ്റ് ചെയ്താലും ക്ഷമിക്കുക. അതാ വല്ലദീന സബറു. ശരിയായ ക്ഷമ എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ക്ഷമിക്കുക, അതല്ല ക്ഷമ. അത് മൃഗങ്ങളും ക്ഷമിക്കുന്ന ക്ഷമയാണ്. ബഹുമാനപ്പെട്ട ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഈ ഒരു സ്ഥലത്ത് കയറി ചെന്നു. അപ്പോ മൂപ്പര് കയറി ചെന്നപ്പോ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ഈ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് കയറി ചെന്നു. ആളെ തിരിഞ്ഞിട്ടില്ല. വരുന്ന സമയത്ത് ഇത് ചാരാന്ന്, പിന്നെ അതിനാ നിങ്ങൾ എവിടുന്നാണ്? ഞാൻ ബൽഖന്ന് വരുന്നാണെന്ന്. മൂപ്പര് ചോദിച്ചു, ശഖീഖുൽ ബൽഖി എന്ന വലിയ മഹാനുണ്ടല്ലോ, അറിയാവോ എന്ന് ചോദിച്ചു. മൂപ്പർ കൊണ്ടിനാ ചോദിക്കുന്നത്. അതേന്ന് പറഞ്ഞു. അറിയാന്ന്. അപ്പൊ മൂപ്പര ചോദ്യം, മൂപ്പരുടെ ആൾക്കാരുടെ തരീഖത്ത് എങ്ങനെയെന്ന് ചോദിച്ചു. മൂപ്പര ആൾക്കാരുടെ ജീവിത രീതി എങ്ങനെയാ, തരീഖത്ത് എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇതാ മുനിയോ സബറു, കിട്ടിയില്ലെങ്കിൽ ക്ഷമിക്കും, വൈനുത്തു ശക്കറു, അവർക്ക് എന്താ കൊടുത്താൽ നന്ദി കാണിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തരീഖത്തു കിലാബിന ഹാക്കദാണ്, ഞങ്ങളുടെ നാട്ടിൽ നായ്ക്കളും ഇങ്ങനെ തന്നെയാണ്.
എന്താന്ന് ചോദിച്ചു, നായ്ക്കൊക്കെ കിട്ടിയില്ലേ ക്ഷമിക്കൂ, കിട്ടിയാ പാലാട്ടു, അത് സാധാരണയല്ലേ. നമ്മളെ നാട്ടിലെ നായ്ക്കൾക്ക് എന്തിനാ ഏതാ തരീക്കത്തെന്ന് ചോദിച്ചു മൂപ്പര്. അപ്പോ മഹാനവറുകളോട് ചോദിച്ചു, പിന്നെ എങ്ങനെയാന്ന് ചോദിച്ചു. പിന്നെ എങ്ങനെ വേണ്ടതെന്ന് ചോദിച്ചു. വേണ്ടത് ഞാൻ പറഞ്ഞുതരാറ്. അൽ ഖാമിലൂന ഹുമുല്ലദീന ഇദാ മുനിഉ ശകറു വഇദാ ഉതു ആസറു. പരിപൂർണരായ മഹാന്മാരെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ നന്ദി കാണിക്കും. കൊടുത്താൽ നന്ദി കാണിക്കലല്ല, കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ നന്ദി കാണിക്കും. വൈദാ ഉഴുത്തു ആസറു. കൊടുത്താലോ, കൊടുത്താൽ എനിക്ക് കിട്ടിയത് ഞാൻ എടുക്കണോ വിചാരിക്കുന്നതിന് പകരം വേറൊരാൾക്ക് ആൾക്ക് കൊടുക്കാന്ന് വിചാരിക്കും. അങ്ങനെയാണ്. കിട്ടിയത് മറ്റുള്ളവർക്ക് തെരഞ്ഞെടുക്കും. അങ്ങനെ കിട്ടിയത് മറ്റുള്ളവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കും. കിട്ടിയാൽ അങ്ങനെയാ സ്വഭാവം. കിട്ടാതിരുന്നാലോ, കിട്ടാതിരുന്നാൽ പിന്നെ പറയേണ്ടതില്ല. കിട്ടിയാൽ തന്നെയുള്ള സ്വഭാവം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നാണ്. കിട്ടാതിരുന്നാൽ പിന്നെ എന്തായിരുന്നാലും ക്ഷമിക്കലാണ് നിർവാഹമുണ്ടോ. അപ്പൊ ക്ഷമ എന്ന് പറഞ്ഞാൽ അത് ശരിയായ ക്ഷമയെന്ന് പറയുന്നത് നമ്മൾ അവസരോചിതമായി പരിപൂർണമായ നിലക്കുള്ള പെരുമാറ്റമാണ്. വല്ലദീന സബറു. പക്ഷെ എന്തിന്? ഇബ്തിഗാ വജ്ഹി റബ്ബിഹിം, റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചതിന് വേണ്ടി. അവളൊരു പാവപ്പെട്ട പെണ്ണാണ്, അവൾക്ക് ദൗർബല്യമുണ്ടാകും, അവൾക്ക് ദേഷ്യം പിടിച്ചതിന് ഞാൻ ദേഷ്യം പിടിക്കേണ്ടിയില്ല. അവൾ എന്നെ ഒന്ന് മോശമാക്കി പറഞ്ഞതിന് എനിക്ക് അങ്ങോട്ട് മോശമാക്കി പറയേണ്ടിയില്ല. കാരണം അവൾക്ക് ബുദ്ധി എന്റെ അത്ര പൂർണ്ണമായ ഒരു വികാസം അവൾക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഇനി ഒരു ഭർത്താവാണെങ്കിൽ ആ ഭർത്താവ് ആണ് തന്നെയാണെങ്കിലും ഇപ്പോ എന്നെ പോലെ ഒന്ന് ചിന്തിക്കാൻ എന്റെ ഭർത്താവിന് സാധിച്ചിട്ടുണ്ടാവില്ല. ക്ഷമിച്ചാളിയാ. അങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്. അങ്ങനെ ക്ഷമിക്കുമ്പോഴാ വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. വല്ലദീന സബറു ഇബ്തിഗാ വജ്ഹി റബ്ബിഹിം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ചരിത്ര സംഭവമുണ്ട്. ഒരാൾ ഒരു വലിയ മഹാനെ കാണാൻ പോയി. പോയാളും മഹാനാ, കാണാൻ പോയാളും മഹാനാ, രണ്ടാൾ മഹാനാ. ചെന്ന് നോക്കി, വീട്ടിൽ പോയി ബെല്ലടിച്ച് അല്ലെങ്കിൽ വാതിലിന് മുട്ടി. ഒരു സ്ത്രീ, ഭർത്താവ് ഉണ്ടോ? ഇല്ല. എപ്പോ പോയതാ? രാവിലെ എങ്ങാൻ പോയി. എപ്പാ വരുമെന്ന് എനിക്കറിയില്ല. എന്ത് പോക്ക്, എന്ത് പേര്. കുറേ കുറ്റം കണ്ടു പറഞ്ഞു ഭർത്താവിന്റെ. അപ്പൊ ഇയാളെങ്ങനെ പഠിച്ചവനെ ഈ പെണ്ണിനെ ക്ഷമിച്ചിങ്ങനെ കൂടുന്നത് എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി. കുറെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോ വിറക് കെട്ടാൻ പോയതാ. വിറക് വെട്ടിക്കൊണ്ടുവന്ന് ഇവളെ പോറ്റാനാ. എന്നിട്ടും ഇവളൊരു നല്ല വർത്താനം പറഞ്ഞില്ല. വിറക് വെട്ടിക്കൊണ്ടുവന്ന് വൈകുന്നേരം വിൽക്കാൻ വേണ്ടി വിറകും കെട്ടുകൊണ്ട് വരികയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വിറകും കെട്ടും ചുമന്നു വരുന്നത് ഒരു പുലിയാണ്, അല്ലെങ്കിൽ ഒരു നരിയാണ്. അതിന്റെ പുറത്താണ് കൊണ്ടുവരുന്നത്. മൂപ്പര് വലിയ കറാമത്തുള്ള ആളാ. കൊണ്ടുവന്ന് മൂപ്പര് വല്ല കെട്ടെടുത്തിങ് വെച്ചപ്പോ ഇത് പാല് വാട്ടിയിട്ട് സലാമാക്കിയിട്ട് മൂപ്പര് തിരിച്ചുപോയി. അതിങ്ങനെ കണ്ടു നിന്ന് മൂപ്പര് സംസാരിക്കേണ്ടൊക്കെ സംസാരിച്ച് അന്ന് പിരിഞ്ഞുപോയി. പിന്നീട് ഒരിക്കൽ പിന്നെ കാണാൻ വന്നു. അന്നും വന്ന് വാതിലിന് മുട്ടിപ്പോ ഭാര്യയുള്ളത്. ഭർത്താവ് എവിടെ പോയിച്ചാൽ എല്ലാ ദിവസവും അധ്വാനിക്കുക തന്നെയല്ലേ, രാവിലെ വിറക് കെട്ടാൻ പോയതാ, കൊണ്ടുവന്ന് വിറ്റിട്ട് വേണ്ടേ ഞങ്ങളൊക്കെ പോറ്റാന് എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ എന്തൊരു സ്നേഹ കാണിക്കുന്ന ഭർത്താവിനോട്. പഴയതില്ലിപ്പം കേട്ടോ, ഇപ്പൊ പുതിയ പെണ്ണ. ഇയാൾ നല്ലൊരു ഭാര്യനെ കിട്ടിയല്ലോ, വലിയ സന്തോഷമായിപ്പോയി ഇയാൾക്ക്. വൈകുന്നേരം അതാ മൂപ്പര് വിറവും കെട്ടും തലയിൽ വെച്ച് ഇങ്ങനെ വരുന്നു. സ്വന്തം തലയിൽ വിറവും കെട്ടും വെച്ച് വരികയാണ്. അടുത്ത് വന്ന് വിറവൊക്കെ അവിടെ മാറ്റി വെച്ച് ചോദിച്ച് ഇങ്ങനെ സംസാരിച്ച കൂടുതലല്ല, നിങ്ങൾ മുമ്പ് പുലിന്റെ പുറത്തല്ലേ നിങ്ങൾ വിറവും കെട്ടും വെച്ച് വന്ന്, ഇപ്പൊ എന്താ അതൊക്കെ ഗ്രാമത്തൊക്കെ പോയോ? അതങ്ങനല്ല, എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു, വളരെ മോശമായ സ്വഭാവമുള്ള ഒരു ഭാര്യ. അപ്പൊ അള്ളാഹു തആല എന്നെ ഒരു പുലിനെ കൊണ്ട് സഹായിച്ച്. കെട്ട് ഞാൻ എടുക്കണ്ട, ഞാൻ കെട്ട് വിറക് റെഡിയാക്കി വരുമ്പോഴേക്ക് പുലി വന്നിട്ട് ഓട്ടോമാറ്റിക്കായി വന്ന് വിറവും കെട്ടുകൊടുത്തിങ്ങ് പോരും. ഇപ്പൊ അവള് പോയി. ഇപ്പം വേറൊരു ഭാര്യ, നല്ല സ്വഭാവ, പക്ഷെ എന്റെ പുലി പോയി കേട്ടോ, ഇപ്പൊ ഞാൻ തന്നെ തലയിൽ വെച്ച് കൊണ്ടുവരണോന്ന് പറഞ്ഞു. ഇത് നമ്മളെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം. ചിലപ്പോൾ ഭാര്യമാരെ സ്വഭാവത്തിൽ ക്ഷമിക്കുന്നവർക്ക് ബിസിനസ്സിലല്ല പുരോഗതി അല്ല തരും. അതുപോലെ തന്നെ ചിലപ്പോൾ പാസ്പോർട്ട് ഓഫീസിൽ വളരെ എളുപ്പമായിരിക്കും, കഫീലിൻ്റെ അടുത്ത് നല്ല സ്വഭാവമായിരിക്കും. ചിലപ്പോൾ ഭാര്യ വളരെ നല്ലാതെ കഫീൽ വളരെ മോശമായിരിക്കും. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്തില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല സമാധാനവും സന്തോഷവും തന്നു എന്ന് വരും. ഈ ഒരു ബോധം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് വല്ലദീന സബറു ഇബ്തിഗാ വജ്ഹി റബ്ബിഹിം, റബ്ബിന്റെ പൊരുത്തം കരുതി ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്നവരാവുക. മറ്റൊന്ന് ഖുർആൻ പറയാണ്, അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിനെ കരുതിയിട്ടായിരിക്കണം. അല്ലാതെ ഇപ്പൊ ഞാനിവിടെ വിട്ടാൽ ഞാൻ എന്താ ചെയ്യുക, വേറെ ഒന്നും കിട്ടൂലല്ലോ എന്ന് വിചാരിച്ചിട്ടും ആകരുത്. ഇവനെയും വിട്ടുപോയാൽ ഞാൻ വീട്ടിലായി പോലോ എന്ന് വിചാരിച്ചിട്ടും ആയിരുന്നു. അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി ക്ഷമിക്കണം. അതാണ് ഇബ്തിഗാ വജ്ഹി റബ്ബിഹിം വഅഖാമുസ്സലാഹ്, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കണം. വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, പ്രത്യേകം എടുത്തു പറയാണ് രണ്ട് സംഗതി. ഒന്ന് നിസ്കാരം, അത് ഏറ്റവും പ്രധാനമായ, നേരത്തെ പറഞ്ഞതിൽ അതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രത്യേകം ഖുർആൻ എടുത്തു പറയാണ് നിസ്കാരം മുറക്ക് നിർവഹിക്കുന്നവരായിരിക്കണം. വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, അപ്പൊ ഈ നിസ്കാരം മുറക്ക് നിർവഹിക്കുക. അതില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ എന്തിനാ? വഅഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, പിന്നെയോ നമ്മൾ കൊടുത്തതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവരായിരിക്കണം. ഒന്നും കൊടുക്കൂല, അങ്ങനെയായാൽ ശരിയാവൂല.
മറിച്ച് അള്ളാഹു കൊടുക്കുന്നതിൽ നിന്ന് ധാരാളം രഹസ്യമായിട്ടും കൊടുക്കണം, പരസ്യമായിട്ടും കൊടുക്കണം. വെറും രഹസ്യമായിട്ട് കൊടുത്താൽ വരെ ചിലപ്പം പരസ്യമായിട്ട് കൊടുക്കേണ്ടി വരും. കാരണം പരസ്യമായിട്ട് കൊടുത്താൽ അത് കണ്ടിട്ട് വേറെയും കുറേ ആൾ കൊടുക്കും. അപ്പോൾ പരസ്യമായിട്ട് കൊടുക്കൽ കൂടുതൽ ബഹുമാനമുള്ളതാവും. ചിലപ്പോൾ രഹസ്യമായി കൊടുക്കേണ്ടത്. കാരണം ഒരു പാവപ്പെട്ട മനുഷ്യനെ നമ്മൾ സഹായിക്കുന്നത് അത് വലിയൊരു തറവാട്ടുകാരനാണ്, നേരത്തെ നല്ല സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ആളാണ്, നേരത്തെ വിദേശത്തൊക്കെ ബിസിനസ്സൊക്കെ നടത്തിയ ആളാണ്. കുറേ പെൺകുട്ടികളുണ്ട്, ഇപ്പം എല്ലാ ബിസിനസ്സൊക്കെ പൊളിഞ്ഞിട്ട് ഈ പെൺകുട്ടികളെ കല്യാണത്തിന് വല്ലാതെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അയാൾക്ക് വേണ്ടി ആരും കലക്ഷൻ ഇറങ്ങൂല, അയാൾക്ക് ആരോട് പറയാൻ പറ്റൂല, അയാളെയാണ് സഹായിക്കേണ്ടത്. അയാളെ സഹായിക്കേണ്ടത് എങ്ങനെ? സിറൻ, വളരെ ആരും അറിയാതെ രഹസ്യമായി സഹായിക്കണം. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുണ്ടാകുന്ന ദുആ അത് വലിയ ഒരു സമ്പാദ്യമായിരിക്കും. അതാണ് പരിശുദ്ധ ഖുർആൻ രണ്ടും പറഞ്ഞത്. ചിലത് പരസ്യമായിട്ട് കൊടുക്കണം. പരസ്യമായിട്ട് കൊടുക്കുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞാൻ 2 ദിവസം മുമ്പ് ഇവിടെ മക്കയിലും അതുപോലെ മദീനയിലും ജിദ്ദയിലൊക്കെ പോയപ്പോൾ ഞാൻ പറഞ്ഞു സിറാജുൽ ഹുദക്ക് നിർബന്ധമായിട്ട് കുറച്ച് സ്ഥലം എടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങളോട് പറയലും അങ്ങ് നടന്നോട്ടെ കൂട്ടത്തിൽ. അപ്പോൾ നിർബന്ധമായിട്ട് കുറച്ച് സ്ഥലം എടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. സിറാജുൽ ഹുദ നമ്മൾ ടൗണിൽ 19 സെന്റ് സ്ഥലം കടം വാങ്ങിയിട്ട് തുടങ്ങിയതാണ്. ആ കടം വാങ്ങി തുടങ്ങി അന്ന് കടം വാങ്ങി ഇന്നും കടം തന്നെയാണ്. പക്ഷെ അന്ന് 5000 റുപ്യൊക്കെയാണ് കടം വാങ്ങിയത്. ഇപ്പം വാങ്ങുന്നത് 50 ലക്ഷം 1 കോടിയൊക്കെയാണ് കടം വാങ്ങുന്നത്. കടം വാങ്ങുന്നതിന്റെ കോലം മാറിയത് മാത്രമേ ഉള്ളൂ. സിറാജുൽ ഹുദക്ക് വേണ്ടി ഇപ്പം നിങ്ങൾ ഈ ഇരിക്കുന്ന സ്ഥലം, സിറാജുൽ ഹുദക്ക് ആദ്യം ടൗണിൽ വാങ്ങിയ സ്ഥലം, അവിടെ നമ്മൾ അറബി കോളേജ് ഉണ്ടാക്കി, അതുപോലെ തന്നെ മദ്രസ ഉണ്ടാക്കി, പള്ളി ഉണ്ടാക്കി, കഴിച്ച് ബാക്കിയുള്ള സ്ഥലം ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ദമാമിലുള്ള നമ്മുടെ പ്രവർത്തകന്മാർ അവർ സഹായങ്ങൾ സമാഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അവരോട് സഹായിച്ചവർക്കും അതുപോലെ മറ്റ് വിദേശ നാടുകളിൽ നമ്മുടെ സ്ഥാപനങ്ങളുമായി സഹായിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ദുനിയാവും ആഖിറവും നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ടൗൺ ആയതുകൊണ്ട് സ്ഥാപനങ്ങൾ വികസിപ്പിക്കാൻ കഴിയില്ല, സ്ഥലം പൈസ കൊടുത്ത് വാങ്ങാനും കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇവിടെ സിറാജുൽ ഹുദക്ക് വേണ്ടി സ്ഥലം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ഇവിടെയും ഇപ്പോൾ വലിയ വിലയായിപ്പോയി. നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലം സെന്റ് 6000 റുപ്യക്ക് വാങ്ങിയതാണ്. സെന്റ് 6000 റുപ്യക്ക് വാങ്ങിയ ഇരിക്കുന്ന സ്ഥലം, നേരെ ചോടുള്ള അക്കാണുന്ന സ്ഥലം 65,000 റുപ്യക്ക് വാങ്ങിയതാണ്. അതിൻ്റെ നേരെ ഈ ഇപ്പുറത്തുള്ള സ്ഥലം 45,000-ന് വാങ്ങിയതാണ്. ഇപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറെ ചില സ്ഥലങ്ങൾ 25,000-ന് വാങ്ങിയതുണ്ട്. ഇപ്പം അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു കുന്നിങ്ങനെ തന്നെ ഇടിച്ചിട്ട് റബ്ബർ വെക്കുന്നത്. റബ്ബർ തൈ ഞാൻ പല ഭാഗത്തൊന്നും പിരിവെടുത്താണ്, പക്ഷേ റബ്ബർ വെക്കേണ്ട സ്ഥലത്തിന് പിരിവ് ഇതുവരെ എടുത്തിട്ടില്ല. അതിന് സെന്റിന് 20,000 ഉറുപ്പിക വരും. അത് ചിലപ്പോൾ ഇന്നത്തെ ദിവസങ്ങളിലും കൂടി പ്രവാസികൾ കൂടി തരികയാണെങ്കിൽ ഒരു 2 ഏക്കർ സ്ഥലത്തിന് പൈസ കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല, തരുമില്ലോന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ അതിന് 20,000 റുപ്യാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി ഇപ്പം നമ്മൾ കുട്ടികളുടെ ഇവിടെ ദേവ കോളേജിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി തീർന്നു. ഇൻഷാ അല്ലാഹ് റമദാൻ മാസത്തോടുകൂടെ അത് ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ അടുത്ത് തന്നെയുള്ള ബിൽഡിങ് ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, കുട്ടികൾക്ക് ഖുർആൻ മനപ്പാടാക്കാനുള്ള ബിൽഡിങ്ങാണ്. അതിൻ്റെ നേരെ ചോടെ മറ്റൊരു ബിൽഡിംഗ്, അത് ഇൻഷാ അല്ലാഹ് റമദാനോടനുബന്ധിച്ച് അതും ഉദ്ഘാടനം ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ കാണുന്ന ബിൽഡിംഗ് നമ്മുടെ 8 സ്കൂളുകളിലും യതീം കുട്ടികൾക്ക് ഫ്രീ ആയിട്ടാണ് CBSE സിലബസ് പ്രകാരം പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കുന്ന ഓരോ പ്രദേശത്തുള്ള പാവപ്പെട്ട യതീം കുട്ടികൾ, ഞാൻ ഇന്നാൾ ദുബായിലുള്ള സമയത്ത് ഷാർജയിലുള്ള ഒരാൾ പെട്ടെന്ന് മരിച്ചുപോയപ്പോൾ അയാളെ മയ്യത്ത് വിട്ടിട്ടാനൊക്കെ ഞാനും ഇടപെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ നാട്ടിലെത്തിയപ്പോൾ ചെന്നപ്പോൾ 2 കുട്ടികൾ, നമ്മളെ പെരിങ്ങത്തൂർ സിറാജുൽ ഹുദന്റെ സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികൾ, ഒരു കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരു കുട്ടി 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ 2 കുട്ടികൾ എൻ്റെ മടിയിലും ഇരുന്നു. ഞാൻ വല്ലാതെ വേദനിച്ചു പോയി. അദ്ദേഹം ഷാർജയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി കിടന്നുറങ്ങി നേരം വെളുത്തുമ്പോൾ മരിച്ചതാ കണ്ടത്. അള്ളാഹു അദ്ദേഹത്തെയും നമ്മൾ സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടട്ടെ. ഞാൻ ഇറങ്ങി വരുമ്പോൾ ആ വീട്ടുകാരോട് പറഞ്ഞു, 2 കുട്ടികളും നമ്മളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണ്. ഇനി നിങ്ങൾ ഫീസ് അടക്കേണ്ടതില്ല, ബസ്സിന് ക്യാഷ് കൊടുക്കേണ്ടതില്ല, അത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വകയിൽ തരും എന്ന് പറഞ്ഞു. അത് പറയാൻ കാരണം, നമ്മുടെ 8 സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ യതീം കുട്ടികൾക്ക് ഫ്രീ ആയിട്ടാണ് എല്ലാ സ്ഥലത്തും യതീം കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതേസമയത്ത് അല്ലാത്തവരോട് മദ്രസയ്ക്ക് വേണ്ടി 5 പൈസയും നമ്മൾ ഫീസ് വാങ്ങുന്നില്ല, സ്കൂൾ പഠനത്തിന് വേണ്ടി ചെറിയ ഫീസ് വാങ്ങുന്നുണ്ട്. അങ്ങനെയാണ് 8 സ്കൂളുകൾ നടക്കുന്നത്. അപ്പോൾ ആ യതീം കുട്ടികൾ കുറച്ച് വളർന്ന് വലുതായാൽ അവരെ താമസിപ്പിച്ച് പഠിപ്പിക്കാൻ വേണ്ടി ഉള്ളതാണ് ഈ കാണുന്ന നേരെ ചുവടെയുള്ള ബിൽഡിംഗ്. അതിൻ്റെ അപ്പുറത്ത് എൽ ഷേപ്പിൽ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ പണി തീരുന്നുണ്ട്. അത് ഖുർആൻ മനപ്പാടമാക്കുന്ന കുട്ടികൾക്ക് ഉള്ളതാണ്. സ്കൂൾ പഠിക്കുന്നതോടുകൂടെ തന്നെ ഖുർആൻ മനപ്പാടമാക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ പതിവ്. അതിനപ്പുറത്ത് ദേവ കോളേജിൻ്റെ വലിയ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടന്നു തീരാനായിട്ടുണ്ട്. അത് ഇവിടെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് PG എടുക്കുന്നതോടുകൂടി മതപരമായും ബിരുദം വാങ്ങുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കാനുള്ളതാണ് ദേവ കോളേജ്. ആ ഡിഗ്രി കഴിഞ്ഞവർ ഇപ്പോൾ PGക്ക് എഴുതുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ് ഈ വർഷം ഡിഗ്രി പരീക്ഷയിൽ മുഴുവൻ ആളും പാസ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 3 സ്കൂളുകളിലാണ് ഈ പ്രാവശ്യം SSLC പരീക്ഷ കഴിഞ്ഞിട്ടുള്ളത്.
ആ SSLC പരീക്ഷയിൽ മുഴുവൻ കുട്ടികളും ഡിസ്റ്റിങ്ഷനാണ്. അതിൽ കുറഞ്ഞ ഒറ്റ കുട്ടിയുമില്ല, എല്ലാ കുട്ടികളും ഡിസ്റ്റിങ്ഷനാണ്. ചിലർക്ക് A+, A1 ആയിട്ടും ജയിച്ചവരാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ വലിയ നിഅമത്ത് അല്ലാഹു നമ്മുടെ സ്ഥാപനത്തിന് തന്നിട്ടുണ്ട്. അപ്പം ഈ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ക്യാൻറ്റീൻ നിർബന്ധമായും നിർമ്മിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മുടെ സ്ഥാപനത്തിൻ്റെ പിന്നിൽ ഒരു സ്ഥലം സെന്റ് 1.25 ലക്ഷം ഉറുപ്പികയ്ക്കും അതുപോലെ തന്നെ സെന്റ് 1.5 ലക്ഷം ഉറുപ്പികയും വരുന്ന നിലക്ക് എടുത്തതുണ്ട്. അതിന് നല്ല സംഖ്യ വേണം. അപ്പം അതും ഈ പറഞ്ഞതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടുന്നെങ്കിലും തരണം. ഈ കാര്യങ്ങൾ, ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ ഒരുപാട് സംഖ്യകൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഞാൻ മിനിഞ്ഞാന്ന് മക്കയിൽ നിന്നിങ്ങനെ പറയുമ്പോൾ മക്ക ഷെരീഫിൽ ചെറിയ ക്ലാസ് എടുത്തപ്പോൾ അവിടുന്ന് പറഞ്ഞു, മദീനയിൽ നിന്ന് പറഞ്ഞു, അതുപോലെ ജിദ്ദയിൽ നിന്ന് പറഞ്ഞു, അതിൻ്റെ ശേഷം അബുദാബിയിൽ നിന്ന് പറഞ്ഞു. ഈ പറഞ്ഞ സ്ഥലത്തു നിന്നൊക്കെ ചിലർ ഇവിടെ നേരത്തെ പറഞ്ഞ മലയുടെ മേലെയുള്ള സ്ഥലത്തിന് ഒരു സെന്റിന് അങ്ങനെ സംഖ്യയേറ്റവരുണ്ട്. വേറെ ചിലർ 1.5 ലക്ഷം ഉറുപ്പിക ഒരു സെന്റിന് തരാമെന്ന് പറഞ്ഞവരുണ്ട്. അപ്പം അതൊക്കെ പറയുമ്പോൾ പരസ്യമായി തന്നെയാണ് പറയുന്നത്. ഈ പരസ്യമായി പറഞ്ഞാൽ പ്രതിഫലം പോയി പോകുന്നു, അങ്ങനെ ഒരു ധാരണ ചിലർക്കുള്ളതുകൊണ്ട് ഞാൻ ഇത് പറയാൻ കാരണം. അതുകൊണ്ട് ഒരാൾ കൊടുക്കുന്നതുകൊണ്ട് മറ്റൊരാളും കണ്ടിട്ട് കൊടുക്കുകയാണ്, അപ്പോൾ പ്രതിഫലം കൂടുതൽ കിട്ടുകയാണ്. ആ പരസ്യമായി കൊടുക്കുക എന്നത് തെറ്റല്ല. മറ്റൊന്ന് രഹസ്യമായി കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തിക്ക് സഹായം ചെയ്യുമ്പോൾ കഴിയുന്നതും രഹസ്യമായി ചെയ്യുന്നതാണ് നല്ലത്. കാരണം അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്താതെ നമ്മൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് വളരെ കുളിർമയുണ്ടാകും. അതാണ് പരിശുദ്ധ ഖുർആൻ രണ്ടും എടുത്തു പറയുന്നത്. വഅൻഫഖൂ, അവർ ചെലവഴിക്കുന്നു, മിമ്മാ റസഖ്നാഹും, നമ്മൾ അവർക്ക് കൊടുത്തതിൽ നിന്ന്, സിർറൻ രഹസ്യമായി കൊടുക്കുന്നു, വഅലാനിയത്തൻ പരസ്യമായും കൊടുക്കുന്നു. ആ സ്വഭാവമുള്ളവരായിരിക്കണം. കുടുംബത്തോടെ ഫാമിലിയോടെ സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല 9 വിശേഷങ്ങൾ അവന്റെ സൂറത്തുർ റഅദിൽ 20 മുതൽക്ക് 21, 22, 23, 24 ആയത്തുകളിൽ പറഞ്ഞ സംഭവമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവർ, വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ, നന്മ കൊണ്ട് തിന്മയെ തടുക്കുന്നവർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഒരാളെ സ്വഭാവം മോശമായ നമ്മൾ നല്ല സ്വഭാവം കാണിക്കാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ സ്വഭാവം കൂടി നന്നാക്കാൻ അത് കാരണമാകും. വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ, നന്മ കൊണ്ട് തിന്മയെ പ്രതികരിക്കുന്നവർ, തടുക്കുന്നവർ. ഈ 9 പ്രത്യേകതകൾ ഒരു മനുഷ്യനുണ്ടായാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അൽഹംദുലില്ലാഹ്, പല സമയത്തും നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പല വിഷയത്തിലും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിന് മാത്രം ഫലങ്ങളും നാം അനുഭവിച്ചിട്ടുണ്ട്. ഈ കുറ്റ്യാടി എന്ന് പറയുന്ന പ്രദേശം നേരത്തെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു മദ്രസ പോലും, ഒരു പള്ളി പോലും ഇല്ലാത്ത സ്ഥലമാണ്. ഇവിടെ മാത്രമല്ല, ഇതിന്റെ ചുറ്റുഭാഗത്ത് 11 മഹല്ലുകളിൽ ഒരൊറ്റ പള്ളിയും മദ്രസയും സുന്നത്ത് ജമാഅത്തിന് ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് സിറാജുൽ ഹുദ ആരംഭിക്കുന്നത്. അൽഹംദുലില്ലാഹ്, എല്ലാ സ്ഥലത്തും പള്ളി നിർമ്മിച്ചിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും മദ്രസ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. 50ഓളം പള്ളികൾ സിറാജുൽ ഹുദയുടെ കീഴിൽ എന്ന് തന്നെ പറയാം സിറാജുൽ ഹുദയുടെ നേതൃത്വത്തിലായി നിർമ്മിച്ചിട്ടുണ്ട്. 10-25 മദ്രസകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ പുറമെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥാപനങ്ങളും മറ്റ് ചില സ്ഥാപനങ്ങളും ഒക്കെ നടക്കുന്നത്. ഇവിടെ തന്നെ അൽഹംദുലില്ലാഹ് ഇതിന്റെ മേലോട്ട് കുറേ സ്ഥലങ്ങൾ പലതും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയാണ്. ചിലതൊക്കെ രജിസ്റ്റർ ചെയ്താണ്, ചിലതൊക്കെ പൈസ കൊടുക്കാണ്ട് തന്നെ രജിസ്റ്റർ ചെയ്താണ്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത കുറേ സ്ഥലങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. അല്ലാഹു തആല അതൊക്കെ തന്നു. ഇനിയും അല്ലാഹു ഖൈർ വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഈ കുറ്റ്യാടിയിൽ വന്ന് നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പലപ്പോഴും കഠിനമായി വിമർശിച്ചിരുന്നവർ, അതുപോലെ കഠിനമായി എതിർത്തിരുന്നവർ, പിന്നീട് അവർ നമ്മുടെ പൂർണ്ണ അനുകൂലികളായി എത്രയോ ആളുകൾ മാറിയിട്ടുണ്ട്. 1, 2 അല്ല, 10, 100 അല്ല. കഠിനമായി എതിർത്തിരുന്ന ആളുകൾ നമ്മുടെ സജീവ പ്രവർത്തകന്മാരായി മാറിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ സ്വഭാവമാണ്. വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ, നന്മ കൊണ്ട് തിന്മയെ തടുക്കുന്നവരാണവർ. അത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. തിന്മയെ നന്മ കൊണ്ട് തടുക്കണം. ഒരിക്കലും തന്നെ തിന്മയെ തിന്മ കൊണ്ട് തടുക്കുന്നവരാകരുത്. അതാണ് വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ. അങ്ങനെയുള്ള കക്ഷികൾ അവർക്ക് എന്താണ് അല്ലാഹു കൊടുക്കാൻ പോകുന്നത്? ഉലൈക ലഹും ഉഖ്ബദ്ദാർ, അവർക്ക് അവസാനം നല്ല വീടുണ്ട്. ഇവിടെയുള്ള വീടുകൾ, അത് വിദേശത്താകട്ടെ നാട്ടിലാകട്ടെ, ആ വീടുകളൊന്നും നിലനിൽപ്പുള്ള വീടല്ല, നിലനിൽപ്പുള്ള വീടുകളല്ല. പഴയ കാലത്ത് വലിയ കേമത്തിൽ വലിയ വീടുണ്ടാക്കിയ മുതലാളിമാർ അവരൊന്നും ഇപ്പൊ ആ വീട്ടിൽ താമസിക്കുന്നില്ല. അവിടെ മറ്റൊരാൾ താമസിക്കുകയാണ്, അവരൊക്കെ ഖബറിൽ കിടക്കുകയാണ്. അപ്പൊ ഏത് യഥാർത്ഥ വീട് എന്ന് പറയുന്നത് അവസാനം മനുഷ്യന് ലഭിക്കാനുള്ള സ്വർഗമാകുന്ന വീടാണ്. അതാണ് ഉലൈക ലഹും ഉഖ്ബദ്ദാർ.
ജന്നാതു അദിനിൻ, താമസിക്കാനുള്ള തോട്ടങ്ങളുള്ള സ്വർഗമാണത്. യദ്ഖുലൂനഹ, ആ സ്വർഗത്തിൽ അവർ പ്രവേശിക്കുന്നു. അവർ മാത്രമല്ല, ഫാമിലി സഹിതാണ്. വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അതേ അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഭാര്യമാർ, അവരുടെ സന്താന പരമ്പരകൾ, അതിൽ ആരാണോ ഈമാനുള്ളവർ, അങ്ങനെ ഈമാനുള്ള സ്വന്തം ഭാര്യമാരും സ്വന്തം പിതാക്കളും സ്വന്തം മാതാക്കളും സ്വന്തം സന്താന പരമ്പരകളും അങ്ങനെ ഇണകൾ അടക്കം ഒന്നായി അവർ സ്വർഗത്തിൽ ജീവിക്കുന്നു. ഇതെന്താണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറയാൻ കാരണം? ഈ പറഞ്ഞ 9 പ്രത്യേകതകൾ, നമ്മളിപ്പോൾ എണ്ണിപ്പറഞ്ഞ 9 പ്രത്യേകതകൾ, അള്ളാഹുവിന്റെ കരാറ് പാലിക്കുക, ലംഘിക്കാതിരിക്കുക, അതുപോലെ അള്ളാഹു കൽപ്പിച്ച, അള്ളാഹു ചേർക്കാൻ എല്ലാ ബന്ധങ്ങളും ചേർക്കുന്നവരാവുക, വയഖ്ശൗന റബ്ബഹും, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാവുക, വയഖാഫൂന സൂഅൽ ഹിസാബ്, പടച്ചവന്റെ അടുക്കലുള്ള വിചാരണയെ സംബന്ധിച്ച് നല്ല ഭയമുള്ളവരാവുക, വല്ലദീന സബറു ഇബ്തിഗാ വജ്ഹി റബ്ബിഹിം, റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ക്ഷമിച്ച് ജീവിക്കുന്നവരാവുക, വഅഖാമുസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവരാവുക, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും നമ്മൾ കൊടുക്കുന്നതിൽ നിന്ന് ചെലവഴിക്കുക, വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ, മോശമായ സ്വഭാവങ്ങളെയും തെറ്റായ വിഷയങ്ങളെയും നന്മ കൊണ്ട് പ്രതികരിക്കുക. ഈ 9 പ്രത്യേകതകളുള്ളവർ അവർ സ്വർഗത്തിൽ കടക്കുന്നു എന്ന് മാത്രമല്ല, വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവരുടെ പിതാക്കളും അവരുടെ ഭാര്യമാരും അവരുടെ സന്താന പരമ്പരകൾ, ഖിയാമത്ത് നാൾ വരെ വരുന്ന സന്താന പരമ്പരകളും ബാപ്പമാരും ഉമ്മമാരും എല്ലാവരും ഒത്തൊരുമിച്ച് സ്വർഗത്തിന്റെ വീട്ടിൽ താമസിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് ഉള്ള പവർ മറ്റേയാൾക്ക് ഇല്ലെങ്കിലോ, ഇയാൾക്ക് നല്ല ഉന്നതമായ സ്വർഗത്തിൽ ഉന്നതമായ മാളിക കിട്ടി, അത്രമാത്രം ഇബാദത്ത് ഭാര്യയ്ക്കില്ല, അല്ലെങ്കിൽ അത്രമാത്രം സൽക്കർമ്മം മകനില്ല, എന്നാലും ആ മനുഷ്യന്റെ നന്മ കൊണ്ട് അദ്ദേഹത്തിന്റെ സന്തോഷത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തെ അദ്ദേഹത്തിന്റെ കൂടെ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുന്നു എന്നാണ്. ഇവിടെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അല്ലാഹ് ആദ്യം തന്നെ വമൻ സലഹ മിൻ ആബാഇഹിം, ബാപ്പാര് കൂടെ ഉണ്ടാവുന്ന. അപ്പൊ മക്കള് നന്നാകാൻ വേണ്ടി ബാപ്പാരെപ്പോഴും ശ്രമിക്കണം. മക്കള് നന്നായിട്ട് സ്വർഗത്തിൽ ഉന്നത പദവിയിലാണെങ്കിൽ ബാപ്പാക്ക് അത്രയൊന്നും വിവരവും അതുപോലെ തന്നെ തഖ്വയും ഒന്നുമില്ലെങ്കിലും ഈമാനോടെ മരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ മകന്റെ കൂടെ തന്നെ സ്വർഗത്തിൽ അതേ സ്ഥാനത്ത് ബാപ്പാക്കും എത്താം. ഇതുപോലെ തന്നെ ബാപ്പ നല്ലവരാണെങ്കിൽ ആ ബാപ്പയുടെ നന്മ മക്കൾക്ക് അനുഭവിക്കാം. പക്ഷേ ഈമാനോടുകൂടെ ജീവിച്ച് മരിക്കണം. അത് നഷ്ടപ്പെട്ടു പോയാൽ ഒന്നും ലഭിക്കുകയില്ല. അതുപോലെ വദുർരിയാതിഹിം വഅസ്വാജിഹിം, അവരുടെ ഭാര്യമാർ, ഭർത്താവ് ഉന്നതമായ നല്ല ഒരു മനുഷ്യനാണെങ്കിൽ ആ ഭർത്താവിന്റെ നന്മ കൊണ്ട് ഭാര്യയ്ക്കും ഭർത്താവിന്റെ കൂടെ സ്വർഗത്തിൽ അതേ സ്ഥാനത്തിലുള്ള വീട്ടിൽ തന്നെ താമസിക്കാൻ കഴിയുന്നു. അങ്ങനെ വദുർരിയാതിഹിം, സന്താന പരമ്പരകൾക്കും സാധിക്കുന്നു. വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, അവരുടെ ഗേറ്റുകളിലൂടെ, വാതിലുകളിലൂടെ മലക്കുകൾ പ്രവേശിക്കുന്നു. പടച്ചവന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ള മലക്കുകൾ പ്രവേശിക്കുന്നു. ആ മലക്കുകൾ സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ, സലാമുൻ അലൈക്കും. ആ മലക്കുകൾ ഇടയ്ക്കിടയ്ക്ക് കുടുംബം ഒന്നായി ഇരുന്ന് സംസാരിക്കുമ്പോ, കുടുംബം ഒന്നായി ഇരുന്ന് മുമ്പ് ചെയ്ത സൽക്കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോ, നമ്മൾ മുമ്പ് സിറാജുൽ ഹുദയിൽ ഫാമിലി മീറ്റിന് പോയില്ലേ, നമ്മൾ ഒന്നായിട്ട് അതാ വിദേശ രാജ്യത്തേക്ക് ഉംറയ്ക്ക് വേണ്ടി പോയില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഒന്നായി വിദേശ രാജ്യത്ത് യാത്ര ചെയ്തില്ലേ, അവിടെ നീ എയർപോർട്ടിൽ നിസ്കാരം ഖളാ ആക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ എന്നോട് നീ നോമ്പ് നഷ്ടപ്പെടുത്തരുതെന്ന് നീ ഇങ്ങോട്ട് പറഞ്ഞില്ലേ. അങ്ങനെ നമ്മൾ കൂട്ടായ ജീവിതം ഫാമിലി സഹിതം ജീവിച്ചപ്പോ ഇപ്പോഴിതാ നമ്മൾ സ്വർഗത്തിൽ ഒന്നായി ഇരുന്ന് സന്തോഷിക്കുന്നുവെന്ന് പറയുമ്പോ ആ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ മലക്കുകൾ കയറി വരികയാണ്. യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, ഓരോ വാതിലിലൂടെയും മലക്കുകൾ കയറി വരികയാണ്. മലക്കുകൾ വന്ന് ഈ സമൂഹത്തിന്, ഈ ഫാമിലിക്ക് സലാം പറയുകയാണ്. സലാമുൻ അലൈക്കും ബിമാ സബർതും, സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ച് ജീവിച്ചതിനാൽ നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് സമാധാനം.
അതേ തലമറക്കാതെ, മാറുമറക്കാതെ, അതേ തലമറക്കാതെ, ശരീരം മറക്കാതെ പലരും സ്വന്തം ഭാര്യമാരെ കൊണ്ടുപോകുമ്പോൾ നീ പർദ്ദയിട്ടേ പോരാവൂ, നീ കഴിയുമെങ്കിൽ മുഖമൂടി ധരിക്കണം, നീ അന്യപുരുഷനുമായി സംസാരിക്കരുത്, അന്യപുരുഷന്റെ കൂടെ നീ ഓട്ടോറിക്ഷയിൽ പോകരുത്, നീ ഒരു അന്യപുരുഷനുമായി ടെലിഫോൺ ചെയ്യരുത് എന്നൊക്കെ നിർബന്ധം പിടിച്ച ഭർത്താക്കന്മാർ, ആ ഭർത്താക്കന്മാരുടെ കൂടെ ഭാര്യ സ്വർഗത്തിലെത്തുമ്പോൾ അവരാ സന്തോഷം ഇങ്ങനെ പറയുകയാണ്: നന്നായി ക്ഷമിച്ച് ജീവിച്ചിട്ടുണ്ട്. പർദ്ദ ധരിച്ചപ്പോൾ പരിഹസിച്ചവരുണ്ട്, അതേ മുഖമൂടി ധരിച്ചപ്പോൾ പരിഹസിച്ചവരുണ്ട്, അതുപോലെ തന്നെ തഖ്വയോടുകൂടെ ജീവിക്കുമ്പോൾ കളിയാക്കിയവരുണ്ട്, എന്തേ ഇങ്ങനെയൊക്കെ ഇപ്പൊ ജീവിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചവരുണ്ട്, അത്ര വലിയ മുസ്ലിയാരാകണ്ട എന്ന് പറഞ്ഞ് തമാശയാക്കിയവരുണ്ട്. പക്ഷേ അവരൊക്കെ ഏതോ വഴിക്കുണ്ട്. തഖ്വയോടെ ജീവിച്ച ഫാമിലി സലാമുൻ അലൈക്കും ബിമാ സബർതും, മലക്കുകൾ കയറി വന്നവർക്ക് ആശംസ പറയുകയാണ്: സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ച കാരണത്താൽ നിങ്ങൾക്ക് സമാധാനം. ഫനിഅമ ഉഖ്ബദ്ദാർ, ഈ പര്യവസാനം ലഭിച്ചിട്ടുള്ള ഈ വീട് വളരെ നല്ല വീട് തന്നെ. ഇതിനെ വെല്ലുന്ന മറ്റൊരു വീടില്ല. ഇവിടെയുള്ള അനുഗ്രഹങ്ങൾക്ക് തീർച്ചയില്ല. ഇവിടെ വന്ന ഭാര്യമാർ അവർ നേരത്തെ അതാ നാട്ടിലുള്ളതുപോലെയല്ല, ദുന്യാവിലുള്ളതുപോലെയല്ല. അവരുടെ ഭംഗി ഒരു ഹൂറുല്ലീങ്ങൾക്കുമില്ല. ഇവിടെയുള്ള ഭർത്താക്കന്മാർ നാട്ടിലുള്ളതുപോലെയല്ല. സ്വന്തം ഭർത്താവിന്റെ ഭംഗി അത്ര ഭംഗിയുള്ള മറ്റൊരാളില്ലെന്ന് ഓരോ ഭാര്യക്കും തോന്നുകയാണ്. എന്ന് മാത്രമല്ല, അവിടെ നരച്ചവരല്ല, അവിടെ ജലദോഷം പിടിക്കുന്നവരില്ല, അവിടെ ഊരവേദനയില്ല, തലവേദനയില്ല, ഓപ്പറേഷൻ ഇല്ല, ടെസ്റ്റിന് പോകേണ്ടതില്ല, ഒരു ടെസ്റ്റും ചെയ്യേണ്ടതില്ല, ദഹനക്കുറവ് അവിടെയില്ല, അവിടെ ഒരു രോഗവുമില്ല, ഒരു പനിയും ഭയപ്പെടേണ്ടതില്ല, ഒരു ജലദോഷവുമില്ല, ഒരു രോഗവുമില്ല, സന്തോഷമല്ലാതെ മറ്റൊന്നുമില്ല. അവിടെയുള്ളതുപോലെ മറ്റൊരു സ്ഥലത്തുമില്ല. അതിനൊരിക്കലും തീർച്ചയില്ല, അവസാനമില്ല. അത് 1000 കൊല്ലമല്ല, 10,000 കൊല്ലമല്ല, 1 കോടി വർഷമല്ല, 1000 കോടി വർഷമല്ല, തീരാത്ത കാലം, ഒരിക്കലും അവസാനിക്കാത്ത ലോകം. ഒരു നാവ് കൊണ്ടും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരാൾക്കും പറഞ്ഞവസാനിപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ളൊരു ലോകം അല്ലാഹു ജല്ല ജലാലുഹു വെച്ചിരിക്കുന്നു. ആ ലോകത്തെ പരിഗണിച്ച്, ആ ലോകത്തിന് വേണ്ടിയാണ് എൻ്റെ ജീവിതം എന്ന് ഉറപ്പിച്ച്, മറ്റുള്ളതെല്ലാം ഒരു ഭാഗത്ത് അവഗണിച്ച് ചിലർ സിനിമക്ക് പോകുന്നവരുണ്ടാകാം, പാർക്കിൽ പോയിട്ട് അന്യപുരുഷനും അന്യ സ്ത്രീയും ഒന്നായിരുന്ന് സൊറക്കുന്നവരുണ്ടാകാം, തലമറക്കാതെ ഇറങ്ങി നടക്കുന്നവരുണ്ടാകാം, പെരുന്നാളിന് റോട്ടിലിറങ്ങിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുണ്ടാകാം, പെരുന്നാളിന് അന്യപുരുഷന്റെ കൂടെ പോയി ഉന്തും തിരക്കും കൂട്ടി ഷോപ്പിംഗ് നടത്തുന്നവരുണ്ടാകാം, ഹറാമും ഹലാലും ചിന്തിക്കാതെ ജീവിക്കുന്നവരുണ്ടാകാം, പണം കയ്യിലുള്ളതിൻ്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് തോന്നുന്ന സ്ത്രീകളുണ്ടാകാം, എന്തും ചെയ്യിക്കാമെന്ന് തോന്നുന്ന പുരുഷന്മാരുണ്ടാകാം. അതിൽ നിന്നൊക്കെ മാറി നിന്ന് എൻ്റെ ഓരോ സെക്കൻഡുകളും എൻ്റെ റബ്ബ് നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എനിക്ക് അല്ലാഹു നിശ്ചയിച്ചതേ ലഭിക്കുകയുള്ളൂ, അല്ലാത്തൊന്നും ലഭിക്കില്ല. പക്ഷേ നേരത്തെ പവറോടെ ജീവിച്ചവരും അല്ലാത്തവരും ഇപ്പോഴെല്ലാവരും കിടക്കുന്നത് ഖബറിൽ ഒരുപോലെയാണ്. അതേ സമയത്ത് സൽക്കർമ്മം ചെയ്തവർ വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്, ഒരൽപ്പം നന്മ ആര് മുന്തിച്ചു വെച്ചിട്ടുണ്ടോ അവരതിൻ്റെ ഗുണം അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് മുഴുവനും എനിക്ക് ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെ തഖ്വയോടെ ജീവിച്ച് തഖ്വയോടെ മരിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും എല്ലാ പ്രവാസികളോടും പ്രവാസികളല്ലാത്തവരോടും എല്ലാവരോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യണമെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന് ഭക്തിയുള്ളവരായി ജീവിക്കാൻ അത് 2 പ്രാവശ്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ജുമുഅ നിസ്കാരം പുരുഷന്മാർക്കാണ്, അവരോടാണ് തഖ്വ കൊണ്ടുള്ള ഈ വസിയ്യത്ത്. എന്താണ് കാരണം? പുരുഷൻ നന്നായാൽ
ഭാര്യ താനേ നന്നായിക്കൊള്ളും. പള്ളിയിൽ വെച്ച് പുരുഷന്മാർക്ക് നിർദ്ദേശം കിട്ടിയാൽ അവര് ഭാര്യമാരെ നല്ല നിലക്ക് കൊണ്ടുപോയിക്കൊള്ളും. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നവരാണ് പുരുഷന്മാർ. ആ പുരുഷന്മാർ സ്ത്രീകളെയും അതേ എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും എനിക്ക് സ്വർഗത്തിലെത്തിക്കണം എന്ന ഉത്കടമായ ആഗ്രഹത്തോടെ അവരോട് കൂടെ സ്വർഗത്തിലേക്ക് കുതിക്കുന്നവരാകണം എന്നും അവർ സ്വർഗത്തിലേക്ക് കുതിക്കാൻ വേണ്ടി സൽക്കർമ്മത്തിന് വേണ്ടി പ്രചോദനം നൽകുമ്പോൾ അത് ഈ പേഷന്റെ പരിഷ്കാരത്തിന്റെ കാലത്ത് എന്നെ കൊണ്ട് കഴിയില്ലെന്ന് പറയുന്ന ശൈത്താനിന്റെ ചിന്ത ഖൽബിൽ വരാതെ സൽക്കർമ്മങ്ങളിലായി ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ സഹോദരിമാരെ നിങ്ങളും തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണം അല്ലാ, ഞങ്ങൾക്ക് റമളാൻ നീ എത്തിക്കണം അല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്ത വളരെ ബറക്കത്തുള്ള 2 മാസമാണ് റജബും ശഅബാനും. ഈ ശഅബാനിൽ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ, അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ, അതിനെ യാത്രയാക്കാനും അല്ലാഹു ആയുസ് നൽകട്ടെ, പല റമളാനുകളെയും സ്വീകരിക്കാനും യാത്രയാക്കാനും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കറകൾ പുരണ്ടു പോയെങ്കിൽ, എവിടെയെങ്കിലും അനാവശ്യം വന്നു പോയെങ്കിൽ അത് മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് റബ്ബിനോട് തൗബ ചെയ്ത് നന്നാകണമെന്ന് എൻ്റെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ സംസാരം നിർത്തട്ടെ. സഹോദരിമാരോടൊരൊറ്റൊരു ഹദീസ് ഞാൻ സൂചിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദ് ദഖലത്തിൽ ജന്ന. ഇത് സ്ത്രീകൾക്ക് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ഈ ഹദീസ്. കാരണം ഇപ്പോൾ ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ നെറ്റ് ഉള്ള കാലമാണ്, സംസാരിക്കുന്നതൊക്കെ എല്ലാ നാട്ടിലും എത്തും. ഇപ്പം ഇവിടുന്ന് സംസാരിക്കുന്നത് ചിലപ്പോൾ ജപ്പാനിൽ നിന്ന് കേൾക്കുന്നവരുണ്ടാവും. നല്ലതാണ്, ഒരുപാട് ഗുണമുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ വേദ പറയുമ്പോൾ റബ്ബർ തൈ തരണമെന്ന് തന്നെ. അപ്പം നെറ്റിൽ കുറേ റബ്ബർ തൈ കിട്ടിയിട്ടുണ്ട്, സംഭാവനയും കിട്ടിയിട്ട് ഗുണമുണ്ട്. എല്ലാ സാധനത്തിനും രണ്ടും ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ദോഷവും ഉണ്ടാവും, നന്നാവുകയും ചെയ്യും. കുറേ ആൾ കേട്ട് നന്നാവുകയും ചെയ്യും. അൽഹംദുലില്ലാഹ് ഖൈർ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ വേറൊരു സ്ത്രീയുമായി ആധുനിക സംവിധാനത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. നല്ല കാര്യങ്ങളാണ് സംസാരിച്ചത്, മോശമൊന്നുമല്ല, നല്ല കാര്യത്തിനാണ് സംസാരിച്ചത്. പക്ഷേ ഗസാലി ഇമാം റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നല്ല കാര്യം എവിടെയുണ്ടോ അവിടെ ശൈത്താൻ വന്ന് വീണത് ചീത്തയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നന്മയിലൂടെ ശൈത്താൻ കയറൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗസാലി ഇമാം റളിയല്ലാഹു. അങ്ങനെ പോയി എവിടെ എത്തിയെന്നറിയോ? ആ സ്ത്രീയുടെ മകളെ ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കാൻ വേണ്ടി പറഞ്ഞു, തീരുമാനമായി. അവസാനം പിന്നെ വിദേശ രാജ്യത്ത് ഒരു സ്ഥലത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ച് അവർ ഒരുമിച്ച് കൂടി. അവിടുന്ന് തീരുമാനാക്കി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭർത്താവ്, ഈ പെണ്ണിന്റെ ഭർത്താവ് സങ്കടം പറയാണ്. എന്താ സങ്കടം? കല്യാണം നിശ്ചയിച്ച ഈ പുതിയാപ്പിള അമ്മായി ആയിട്ടില്ല, കല്യാണം നിക്കാഹ് ചെയ്താലേ അമ്മായി ആവുള്ളൂ. അമ്മായിനെ തൊട്ട് കളഞ്ഞു, കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ തൊട്ടു എന്ന് മാത്രമല്ല, അമ്മായി ഭക്ഷണം കൊണ്ടുപോയിട്ട് ഇവന്റെ തൊള്ളയിൽ വെച്ചു കൊടുത്ത് കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. കൊണ്ട് അക്കല്യാണം എന്തായാലും നടത്തൂല എന്ന് ബാപ്പ, നടത്തിയേ പറ്റൂന്ന് ഉമ്മ. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി. അവസാനം ഭർത്താവിനെ ഞാൻ കൈയൊഴിക്കാണ് എന്നുള്ളെടുത്തെത്തി ഭാര്യ. സുബ്ഹാന ജല്ല ജലാലുഹു. എന്താ സംഗതി പറയുന്നത്? എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം നിമിത്തമാണ് ഞാൻ ആ കരാറിലാകിയത്, അതുകൊണ്ട് അത് പാലിച്ചേ പറ്റൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ പോയി അന്യപുരുഷൻ അന്യ സ്ത്രീയെ തൊടാൻ പറ്റുമോ? അതുപോലെ തന്നെ തെറ്റായ കാര്യം ചെയ്യാൻ പറ്റുമോ? അതിനനുകൂലിക്കാൻ പറ്റുമോ? പോകട്ടെ, അവിടുന്നൊക്കെ പോയി സ്വന്തം ഭർത്താവ് അനുകൂലിക്കാത്ത ഒരാൾക്ക് എൻ്റെ മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കണമെന്ന് പറയാൻ ഭാര്യയ്ക്ക് അധികാരമുണ്ടോ? ശറയിൽ അധികാരമുണ്ടോ? അവസാനം അമ്പകയിൽ ഭർത്താവായിട്ട് മക്കളുള്ള ആൾ ഭർത്താവായിട്ട് തെറ്റാൻ പറ്റുമോ? തെറ്റിയാലോ സ്വർഗം കിട്ടുമോ? അയ്യുമംറഅത്തിൻ, സ്ത്രീകൾ എപ്പോഴും ഓർമ്മിച്ചോളണം ഈ ഹദീസ്. അയ്യുമംറഅത്തിൻ, ഏതൊരു സ്ത്രീയും മാതത് വസൗജുഹാ അൻഹാ റാദ്, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി അവൾ മരിച്ചാൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ കടന്നു. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല.
അതുകൊണ്ട് ഭർത്താക്കന്മാർക്ക് അള്ളാഹു തആല കൊടുത്ത അധികാരങ്ങളാണ്. മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള അധികാരം ഭർത്താവിനാണ്, അതായത് ബാപ്പക്കാണ്, ഉമ്മക്കല്ല. അതിനൊക്കെ കാരണങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ പറയില്ല. അതൊക്കെ എൻ്റെ വിവാഹം എന്ന 5 ദിവസത്തെ CD ഉണ്ട്, അത് കിട്ടുമ്പോൾ വാങ്ങിക്കോളൂ. വിവാഹത്തെ സംബന്ധിച്ച് 5 ദിവസം പ്രത്യേകിച്ച് CD എല്ലാവരും കേട്ടു നോക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. സൂറത്ത് യാസീൻ ഞാൻ 7 ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്. യാസീൻ സൂറത്ത് എപ്പോഴും ഓതുന്നതാണ്. അതിന്റെ മായനൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതല്ലേ. ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. അതും വാങ്ങി കേട്ടാൽ നല്ലതാണ്. ഇപ്പം വാങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ എപ്പോഴും വാങ്ങി കേൾക്കാം. ഞാനിപ്പോൾ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ഇവിടെ ആരെല്ലാം എത്തിയവരുണ്ടോ, ഇതിനു മുമ്പ് ഇവിടെ ആരെല്ലാം സന്ദർശിച്ചവരുണ്ടോ, ഇനി ഇവിടെ ആരൊക്കെ സന്ദർശിക്കുന്നവരുണ്ട്, അവർക്ക് എല്ലാവർക്കും നമുക്കും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സാലിഹാമലായി സ്വീകരിക്കട്ടെ. അരയാക്കൂല് മുസ്തഫ ഹാജി പാനൂര് നമ്മൾ റബ്ബർ തൈ വെക്കുന്ന സ്ഥലത്തിന്റെ 2 സെന്റിന്റെ സ്ഥലം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പൈസ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് 40,000 ഉറുപ്പിക. 1 സെന്റിന് 20,000 ഉറുപ്പികയാണ് അതിന്റെ വില. അല്ലാഹു തആല നമ്മുടെ അമലുകളൊക്കെ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മുടെ പ്രവർത്തനങ്ങൾ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇത് പിരിവ് നടത്താൻ വേണ്ടി സംഘടിപ്പിച്ച ഒരു പരിപാടി അല്ല. അതേ സമയത്ത് നമ്മളെല്ലാ സ്ഥലത്തും നമ്മളെ കാര്യങ്ങൾ പറയും, കൂട്ടത്തിലൂടെയും പറഞ്ഞു, ചിലപ്പോൾ നെറ്റിലൂടെയും അല്ലാതെയും ഒക്കെ അറിയാം. പിന്നെ ഈ CD ഇറങ്ങുമ്പോൾ CD കേൾക്കുന്നവർക്കും അതറിയാം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു, ആരെങ്കിലും നല്ല മനസ്സോടുകൂടെ അള്ളാഹു തന്ന തൗഫീഖ് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾ ഖുർആൻ മനപ്പാഠം വാങ്ങുന്ന കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെക്കുന്ന ക്യാൻറ്റീനിന് വേണ്ടി എടുത്ത സ്ഥലം, അത് ഞാൻ നേരത്തെ പറഞ്ഞു 1.25 ലക്ഷത്തിൻ്റെതും 1.5 ലക്ഷത്തിൻ്റെതും ഒക്കെ ഉണ്ട്. അതോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ റബ്ബർ തൈ വെക്കുന്ന സ്ഥലമോ ഒരൊറ്റ മനുഷ്യനെ നിർബന്ധിച്ച് ഇന്ന് വരെ 5 പൈസ പിരിവ് വാങ്ങിയിട്ടില്ല. എനിക്കൊരാൾ ഒരു ചെക്ക് മുറിച്ച് തന്നു. ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു, ഒരാവശ്യത്തിന് വേണ്ടി. ചെക്ക് മുറിച്ച് തന്നിട്ട് 3 കൊല്ലായി. ഇതുവരെ ആ ചെക്ക് ഞാൻ മാറിയിട്ടില്ല. അയാൾ എൻ്റെ സദസ്സിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ മാറിയിട്ടില്ല. പൈസ ചേർക്കൽ അയാൾ ചേർത്ത് തന്നിട്ടില്ല. അയാൾ പറഞ്ഞ് അതിന് ചെലവാകുന്ന പൈസ ചേർത്തോന്നാണ്. എന്താ കാരണം വെച്ചാൽ അപ്പണി ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല, അപ്പണി ഇതുവരെ എടുത്തിട്ടില്ല. അതുകൊണ്ട് ചെക്ക് അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. അത്രയും സൂക്ഷിച്ചിട്ട് മാത്രമേ ഇതുവരെ ഈ സ്ഥാപനത്തിൻ്റെ ഏത് വിഷയവും കൈകാര്യം ചെയ്തിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ ഒരുപാട് ബറക്കത്തുകൾ നമ്മുടെ സ്ഥാപനത്തിന് തന്നിട്ടുണ്ട്. ദുആക്ക് ഒരുപാട് ഇജാബത്തുകൾ അല്ലാഹു തആല തന്നിട്ടുണ്ട്. നേർച്ച ചെയ്തവർക്ക് അത്ഭുതകരമായ ഒരുപാട് അനുഭവങ്ങൾ അല്ലാഹു തആല തന്നിട്ടുണ്ട്. അനുഭവമുള്ളവർ ഈ സദസ്സിൽ തന്നെ എൻ്റെ തുടക്കം മുതലേയുള്ള അനുഭവമുണ്ട്. നമ്മുടെ സലാലയിലുള്ള സി അഹമ്മദ് ഹാജി അവിടെ ഇരിക്കുന്നുണ്ട്, നാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു. മുമ്പ് ചെറുപ്പത്തിൽ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടപ്പോൾ അന്ന് നമ്മൾ ഓലഷെഡ് തെട്ടി തുടങ്ങിയ കാലമാണ്. അന്ന് മധുരയിൽ വെച്ച് വരെ ഡോക്ടർമാർ പരാജയപ്പെട്ടപ്പോൾ 1000 ഉറുപ്പിക നേർച്ച ചെയ്തതായിരുന്നു. അൽഹംദുലില്ലാഹ് കണ്ണിന് കാഴ്ച കിട്ടി. ആ കുട്ടി ഇപ്പം വലിയ ഏകദേശം ചെറുപ്പക്കാർ യുവാവായിപ്പോയി. അൽഹംദുലില്ലാഹ് ഒരു കുഴപ്പമില്ല. അങ്ങനെ തുടങ്ങി സ്ഥാപനത്തിൻ്റെ തുടക്കം മുതലേ ഒരുപാട് അത്ഭുതങ്ങൾ അല്ലാഹു ഈ സ്ഥാപനത്തിന് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വിദേശത്ത് പോയപ്പോൾ പലരും ജിദ്ദയിൽ നിന്ന് വലിയ സംഖ്യകൾ, നമ്മുടെ നീറുൽ പാലം ബഷീർ ഹാജി വലിയ സംഖ്യ നേർച്ച ചെയ്തിട്ട് വലിയ ഫലം കിട്ടിയ വിവരം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ചും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിൽ വെച്ചും പലരും വലിയ വലിയ കാര്യത്തിന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മദീനയിൽ ചെന്നപ്പോൾ ഒരാൾ, അദ്ദേഹത്തിന് കുട്ടിയില്ല, 3 കുട്ടികൾ ഗർഭം ചുമന്നത് 3 പ്രാവശ്യവും നഷ്ടപ്പെട്ടു പോയി, കുട്ടികളില്ല. അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞ വിഷയത്തിൽ ഭൂമിക്ക് സംഖ്യ തരാമെന്ന് പറഞ്ഞതിൻ്റെ പുറമെ അദ്ദേഹം പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളിൽ ലഭിക്കുന്ന ലാഭത്തിൻ്റെ 15% സ്ഥാപനത്തിന് തരാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ഖൈറായ മക്കളെ നൽകുമാറാകട്ടെ.